നമസ്കാരം. ദിലീപ് മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ എല്ലായ്പ്പോഴും ശ്രദ്ധാകേന്ദ്രമാണ് മകൾ മീനാക്ഷി. 10 വർഷങ്ങൾക്ക് മുൻപ് മാതാപിതാക്കൾ നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയപ്പോൾ പോലും അച്ഛനായ ദിലീപിനൊപ്പം നിൽക്കാനാണ് അന്ന് മീനാക്ഷി ആഗ്രഹിച്ചതും തീരുമാനിച്ചതും. പിന്നീട് ഇന്ന് വരെ ദിലീപിനൊപ്പം മാത്രമേ മീനാക്ഷിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. മഞ്ജു വാര്യർക്കൊപ്പം സ്വകാര്യ ഇടത്തിലോ പൊതു ഇടത്തിലോ മീനാക്ഷിയെ ഒരിക്കൽ പോലും ഇക്കാലയളവിനിടയിൽ മലയാളികൾ കണ്ടിട്ടുണ്ടാകില്ല. മകളെക്കുറിച്ചോ അമ്മയെക്കുറിച്ച് മകളോ സംസാരിക്കുന്നതും കേട്ടിട്ടുമില്ല. മഞ്ജു വാര്യരെ എതിർക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷിയുടെ പേരിൽ അവരെ കടന്നാക്രമിക്കാറുമുള്ളത് പതിവ് കാഴ്ചയാണ്. എന്തായാലും നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലും ദിലീപ് നല്ല മനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ ആരാധകർ മീനാക്ഷിയെ പോലും ഒരു പരിചയമായി ഉപയോഗിക്കാറുണ്ട്. മഞ്ജുവിനെ തെരഞ്ഞെടുക്കാതെ മീനാക്ഷി അച്ഛനൊപ്പം പോയത് ദിലീപ് നല്ലവനാണെന്നതിനുള്ള തെളിവാണെന്നാണ് ഇക്കൂട്ടരുടെ വാദം. എന്തായാലും മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാവാറുണ്ട്. ഇന്ന് തന്റെ MBBS വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരം തന്റെ മെഡിക്കൽ കരിയർ തുടങ്ങുമ്പോഴും കൂടെയുള്ളത് അച്ഛനും രണ്ടാനമ്മ കാവ്യമാധവനും തന്നെയായിരുന്നു. മീനാക്ഷി ഡോക്ടർ ആയതിന്റെ സന്തോഷം ദിലീപ് പങ്കുവച്ച സമയത്ത് മകൾ മഞ്ജു വാര്യരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു. എന്നാൽ അധികം വൈകാതെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു. പക്ഷേ മഞ്ജു വാര്യർ മകളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് മഞ്ജു വാര്യരുടെ അച്ഛൻ മാധവൻ വാര്യർ അന്തരിച്ചപ്പോൾ അമ്മയുടെ തൃശ്ശൂരിലുള്ള വീട്ടിലേക്ക് മീനാക്ഷി ദിലീപിനൊപ്പം എത്തിയതും വാർത്തയായിരുന്നു. എന്തായാലും മഞ്ജുവിന്റെ വാക്കുകൾ സത്യമായിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് ദിലീപിനൊപ്പം എന്നും ഉറച്ചു നിൽക്കുന്നവളായിരുന്നു മീനാക്ഷി. അവളുടെ അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മറ്റാരെക്കാളും നന്നായി അറിയാം. ദിലീപേട്ടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവളുടെ കസ്റ്റഡി സ്വന്തമാക്കാൻ വേണ്ടി അവളെ കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കാനും നിയമപരമായ തർക്കങ്ങൾക്കിടയിൽ അവളുടെ ജീവിതം താറുമാറാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളോടൊപ്പം എന്നും ഒരു വെളിപ്പാടകലെ ഞാൻ ഉണ്ടാവുമെന്നാണ് മഞ്ജു വാര്യർ അന്ന് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയത്. ഒരുപാട് വർഷത്തെ ഗോസിപ്പുകൾ സത്യമാക്കിക്കൊണ്ട് ദിലീപ് നടി കാവ്യമാധവന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിയപ്പോഴും മകളുടെ പിന്തുണ ആ തീരുമാനത്തിന് ഉണ്ടായിരുന്നു. അതിനു മുൻപ് ഒരു അഭിമുഖത്തിൽ തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഏറ്റവും നിർബന്ധിച്ചത് മകളാണെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും മീനാക്ഷി ദിലീപിന് ഇന്ന് ആരാധകർ ഏറെയാണ്. അച്ഛനാണ് പലപ്പോഴും മീനാക്ഷിയുടെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിലും മീനാക്ഷി എപ്പോഴും സജീവമാണ്. കാവ്യയുടെ ലക്ഷ്യം എന്ന ബ്രാൻഡിന് വേണ്ടി ഫോട്ടോഷൂട്ടുകളും മീനാക്ഷി ചെയ്യാറുണ്ട്. മീനാക്ഷിയുടെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ വീഡിയോകൾക്കും വലിയ രീതിയിലുള്ള പ്രാധാന്യം തന്നെയാണ് നൽകുന്നത്. മീനാക്ഷി ദിലീപിന് നാൾക്കുനാൾ ആരാധകർ ഏറുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ്റെയും അമ്മയുടെയും മകൾ എന്ന ലേബലിൽ മാത്രമല്ല, ലുക്കിലൂടെയും ഡാൻസിലൂടെയും മോഡലിങ്ങിലൂടെയും ഒക്കെ മീനാക്ഷി ആരാധകർക്ക് പ്രിയങ്കരിയായി മാറിയിട്ടുണ്ട്. ദിലീപിനെ കുറ്റമുക്തനാക്കിയ ദിവസം, അതായത് ഡിസംബർ 8-ന് മീനാക്ഷി പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ലക്ഷങ്ങളാണ് ആ ഒരു ഫോട്ടോയ്ക്ക് സ്നേഹം പങ്കിട്ടെത്തിയത്. പക്ഷേ ഒരു കുറവ് മാത്രമാണ് അന്ന് ഫാൻസിന് തോന്നിയത്. മഞ്ജു ഫാൻസിന് ആ ഒരു സമയത്ത് വലിയൊരു വേദനയുണ്ടായി. കാരണം പൊതുവെ മകളുടെ എല്ലാ പോസ്റ്റുകൾക്കും ലൈക്സ് നൽകുന്ന അമ്മ ഈ ചിത്രത്തിന് മാത്രം തന്റെ റിയാക്ഷൻ പങ്കിട്ടില്ല. മാത്രമല്ല, സാരിയിൽ അതീവ സുന്ദരിയായെത്തിയ മീനാക്ഷിയുടെ ചിത്രങ്ങളിൽ ഒരു സന്തോഷ പുഞ്ചിരി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന്റെ ഒടുവിൽ അച്ഛൻ കുറ്റമുക്തനായതിന്റെ സന്തോഷവും കാണാൻ കഴിയും. മാത്രവുമല്ല, മീനാക്ഷി പങ്കുവച്ച സ്റ്റാറ്റസിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വന്ന വരികളാണ് ആരാധകർക്ക് കൂടുതൽ ആകാംക്ഷ കൂട്ടുന്നതായത്. മീനാക്ഷിക്ക് കല്യാണമായോ എന്നായിരുന്നു ചോദ്യങ്ങൾ. കാരണം 4 ആളറിയെ കൈപിടിക്കും, തിരുനാടകശാലയിൽ ചേർന്ന് നിൽക്കും എന്ന ഗാനത്തിന്റെ ഒപ്പമാണ് മീനാക്ഷി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത്. അതോടെ മീനാക്ഷിക്ക് വിവാഹമായോ എന്നായി ചിലരുടെ സംശയം. പക്ഷേ മുൻപൊരിക്കൽ ഇതേപോലെ മീനാക്ഷിയുടെ വിവാഹകാര്യം പ്രചരിച്ചിട്ടുണ്ട്. ഞാനും സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞതെന്നാണ് ദിലീപ് ഈ വിഷയത്തിൽ മറുപടി നൽകിയത്. ഞാൻ മാത്രമല്ല, മോളും അങ്ങനെയാണ് അറിയുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെയും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് മീനാക്ഷിയുടെ വിവാഹകാര്യം പ്രചരിച്ചതിനെക്കുറിച്ച് മുൻപ് ദിലീപ് നൽകിയ മറുപടി. സജിത്തും സുജിത്തും ചേർന്നാണ് മീനാക്ഷിയെ ഒരുക്കിയത്. കാവ്യമാധവന്റെ ബ്രാൻഡിൽ മുൻപ് മോഡലായിട്ട് എത്തിയിട്ടുണ്ട് മീനാക്ഷി. ഇത്തവണയും ആ ബ്രാൻഡിൽ നിന്നുള്ള വേഷം തന്നെയാണ് മീനാക്ഷി ധരിച്ചിരുന്നത്. പഠനത്തിന് ശേഷം MD ചെയ്യുകയാണ് താരമെന്നാണ് സൂചന. വിദേശയാത്ര ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തിടെയാണ് തിരികെ മീനാക്ഷി ജോലിയിൽ പ്രവേശിച്ചത്. അച്ഛന്റെ പുത്തൻ സിനിമ പപ്പയുടെ പ്രൊമോഷനിലും മീനാക്ഷി സജീവമായിരുന്നു. അതേസമയം തന്നെ ദിലീപ് കുറ്റമുക്തനായി പിന്നീട് ആലുവയിലെ വീട്ടിലെത്തിയ ദിലീപിനെ കാവ്യമാധവനും ഇളയ മകളും മറ്റംഗങ്ങളും ചേർന്നാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ അവിടെ മീനാക്ഷിയെ കാണാത്തതിന്റെ കാരണം അന്ന് സോഷ്യൽ മീഡിയ തിരക്കിയിരുന്നു. മീനാക്ഷി എവിടെ പോയി? അച്ഛന്റെ വിജയം ആഘോഷിക്കാൻ ഒപ്പമില്ലല്ലോ, അമ്മയുടെ പക്ഷമായോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ആ സമയത്ത് ഉയർന്നു. എന്നാൽ അതിനിടയിലായിരുന്നു നിറഞ്ഞ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ മീനാക്ഷി ഇൻസ്റ്റയിൽ ആ ചിത്രങ്ങൾ പങ്കിട്ടെത്തിയത്. അതോടെയാണ് ഗോസിപ്പുകൾ കെട്ടടങ്ങിയത്. എന്നാൽ അച്ഛന്റെ ഏത് അവസ്ഥയിലും ഒപ്പം ഉണ്ടായിരുന്ന മകളാണ്. ആ കുട്ടി മറുപക്ഷത്തേക്ക് പോകുമെന്നുള്ള തരത്തിൽ വാർത്തകൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്നായിരുന്നു ഫാൻസിന്റെ ചോദ്യങ്ങൾ. അച്ഛനും അമ്മയ്ക്കും ഇടയിൽ നടന്നത്, കേസിന് ശേഷം ഉണ്ടായ വിഷയങ്ങൾ എല്ലാം മീനാക്ഷിക്ക് അറിയുന്നതാണ്. അന്ന് അച്ഛന്റെ ഒപ്പം നിന്നതും എന്തിനെന്ന് ഏവർക്കും അറിയുന്ന കാര്യങ്ങൾ എന്നാണ് വൈറൽ ചിത്രങ്ങളിൽ നിറയുന്നത്.
വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ മഞ്ജുവിന്റെ വാക്കുകൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഇതിനെതിരെയും മഞ്ജു ദിലീപ് ഫാൻസ് സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടിയത്. 8 വർഷങ്ങളായുള്ള നിയമ പോരാട്ടം, അതിനിടയിൽ മീനാക്ഷി MBBS പാസ്സായി. അപ്പോഴും മകൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിട്ടെന്നും ദിലീപ് പറഞ്ഞിരുന്നു. സ്കൂളിൽ പോകാൻ മകൾക്ക് കഴിയാതെ ചെന്നൈയിലേക്ക് താമസം മാറിയതിനെ കുറിച്ചും അടുത്തിടെ നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞിരുന്നു. കോടികൾ നഷ്ടമുണ്ടായി എന്നും പറയുകയുണ്ടായി. ദിലീപ് വിഷയം വഷളമായതോടെ അദ്ദേഹത്തിന്റെ അമ്മയുടെ ആരോഗ്യനില തീരെ മോശമായെന്നുള്ള റിപ്പോർട്ടുകളും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അടുത്തിടെ മോഡൽ ലുക്കിൽ മീനാക്ഷി സിനിമ കാണാൻ എത്തിയതും വാർത്തയായിരുന്നു. സ്ലീവ്ലെസ് ഗൗൺ ധരിച്ചാണ് മീനാക്ഷി സിനിമ കാണാൻ എത്തിയത്. മുടിയൊക്കെ പോണിടൈൽ സ്റ്റൈലിൽ കെട്ടിവെച്ചിരുന്നു. കണ്ണടയും ധരിച്ചെത്തിയ മീനാക്ഷിയുടെ ലുക്കിനെ കുറിച്ചുള്ള ചർച്ചകളും നടന്നിരുന്നു. ഏകദേശം 8 വർഷം മുൻപേയുള്ള മീനാക്ഷിയാണ് ഇന്നും. മാധ്യമങ്ങളോട് കാണിക്കുന്ന ഒരു രീതിയുണ്ട്, അതിലൊരു മാറ്റവും മീനാക്ഷിക്ക് ഇന്നും തിരിച്ചില്ല. ഒരു തരം വാശി പോലെയാണ് ക്യാമറ കണ്ണുകൾക്ക് നേരെയുള്ള ആ നോട്ടം എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. ദിലീപ് ജയിലിൽ കഴിഞ്ഞ അന്ന് മാധ്യമങ്ങൾ മീനാക്ഷിയുടെ നേർക്ക് മൈക്ക് വെച്ച് നീട്ടുന്നതും അതിന് താരപുത്രൻ നൽകിയ മറുപടിയും അത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടാകാം. അതാകാം ഇപ്പോഴും മാധ്യമങ്ങൾക്ക് നേരെയുള്ള മീനാക്ഷിയുടെ റിയാക്ഷൻ. ഒറ്റയ്ക്ക് സിനിമ കാണാൻ വന്നു തുടങ്ങിയോ എന്നുള്ള ചോദ്യങ്ങളും നിറഞ്ഞു. ഒപ്പം ആരാണ് എന്നുള്ള ചോദ്യങ്ങളും മീനാക്ഷിയുടെ വൈറൽ വീഡിയോയിൽ കാണാം. കൊച്ചിയിൽ ഡെർമറ്റോളജി വിഭാഗത്തിൽ ജൂനിയർ ഡോക്ടറാണ് ഇന്ന് മീനാക്ഷി. MDയും ചെയ്യുന്ന താരത്തിന്റെ വിശേഷങ്ങൾ ഇടയ്ക്ക് ദിലീപ് തന്നെ പറയാറുണ്ട്. പൊതുവെ അധികം സംസാരപ്രിയ അല്ലാത്ത മകളെക്കുറിച്ചും മകളുടെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വാചാലനാകുമ്പോൾ മാത്രമാണ് കുട്ടിയുടെ വിവരങ്ങൾ ആരാധകർക്ക് കിട്ടുന്നത്.